നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും അമ്മത്തൊട്ടിൽ. അപ്പോൾ തിരുവനന്തപുരത്ത് സംസ്ഥാനത്തെ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു അമ്മത്തൊട്ടിൽ തിരുവനന്തപുരത്താണുള്ളത്. അതുകൂടാതെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നിവിടങ്ങളിലും ഈ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം തുടരുന്നുണ്ട് അമ്മത്തൊട്ടിലിൻ്റെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് കാര്യങ്ങൾ? അവിടെ കൊണ്ടുചെന്നാക്കുന്ന കുഞ്ഞുങ്ങളെ ആരാണ് അവിടെ കിടത്തിയത് എന്നുള്ളത് അറിയുമോ? ക്യാമറ ഉണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അമ്മ കുഞ്ഞിനെ വളർത്താനായിട്ട് എന്തെങ്കിലും അവരുടെ സാഹചര്യം മോശമാവുകയും ആ കുഞ്ഞിനെ നോക്കാനായിട്ട് ആ അമ്മയ്ക്ക് പറ്റാത്ത ഒരു അവസ്ഥയിൽ കുഞ്ഞിനെ എങ്ങും ഉപേക്ഷിക്കാൻ പാടില്ല, ഇല്ലാതാക്കാൻ പാടില്ല. അതിനെ സുരക്ഷിതമായി ഇവിടെ കൊണ്ടുവന്ന് ആക്കുക എന്നുള്ളതാണ്. ഏറ്റവും സുരക്ഷിതമായ ഒരിടത്ത് തൻ്റെ കുഞ്ഞിനെ ഒരമ്മയുടെ മനസ്സ് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ആ കുഞ്ഞിനെ എവിടെയും ഉപേക്ഷിക്കാൻ പാടില്ല. അമ്മയ്ക്ക് മനസ്സമാധാനത്തോടെ ഏറ്റവും സുരക്ഷിതമായ ഒരു ഇടം, അതാണ് അമ്മത്തൊട്ടിൽ. ഇതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. പലരും വിചാരിക്കും അവിടെ കൊണ്ടുപോയി ആക്കുന്ന സമയത്ത് എല്ലാവരും കാണും, അതുകൊണ്ട് തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നീട് കേസ് ഉണ്ടാവും, ഇതുണ്ടാവും. അങ്ങനെയൊന്നും ഇല്ല. കാരണം അതിനുവേണ്ടി പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അമ്മത്തൊട്ടിലിൽ. അമ്മത്തൊട്ടിലിൽ ഒരു കുട്ടിയെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ റെയറായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി, മേഘ മൽഹാർ എന്നാണ് ആ കുട്ടിക്ക് പേരിട്ടത്. പിന്നീട് ഈ 2 ദിവസം മുന്നേ ഒരു കുട്ടിയെ കിട്ടിയെന്നുള്ളൊരു റിപ്പോർട്ട് കണ്ടിരുന്നു കേട്ടോ. അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വ്യക്തമാണ് ഒരിക്കലും അതാരാണ് അവിടെ ആ കുഞ്ഞിനെ കിടത്തിയതെന്നുള്ള അവരുടെ ഐഡൻറ്റിറ്റി ഒരിക്കലും അത് പുറത്തു പോയിട്ടില്ല. അത് അറിയാനും കഴിയില്ല. അങ്ങനെയാണ് അവിടുത്തെ ക്യാമറ വരെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു ന്യൂസ്. കുഞ്ഞിനെ ഇഷ്ടമില്ലാതെ എത്രത്തോളം അതിനെ ഉപദ്രവിച്ച് അതിനെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ, അമ്മയും പങ്കാളിയും ചേർന്ന്. അങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു ഭാരമായി അതിനെ ചുമക്കേണ്ട കാര്യമില്ല. ആ കുഞ്ഞിനെ ആവശ്യമുള്ള അതിനെ പൊന്നുപോലെ അമ്മയുടെ സ്നേഹം നൽകി അതിനെ പരിപാലിക്കാൻ ഒരുപാട് അമ്മമാരുണ്ട്. അവരിലേക്ക് എത്തിക്കുക. തിരുവനന്തപുരത്ത് തൈക്കാട് ശിശുക്ഷേമ സമിതി ഓഫീസിന് തൊട്ടരികിലാണ് ഈ ഒരു അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കുന്നത്. അമ്മത്തൊട്ടിലിൻ്റെ ഗേറ്റ് തുറന്ന് കുഞ്ഞുമായി അകത്തേക്ക് അവിടെ സുരക്ഷിതമായി വെക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ കുഞ്ഞുമായി ആ തൊട്ടിലുള്ള ആ ഒരു റൂമിൻ്റെ തൊട്ട് അരികിലെത്തുമ്പോൾ തന്നെ സെൻസർ വഴി നമ്മൾ അരികിൽ ചെല്ലുമ്പോൾ തന്നെ വാതിലുകൾ തനിയെ തുറക്കും. വാതിലുകൾ തനിയെ തുറക്കുകയും കുഞ്ഞിനെ നമുക്ക് അപ്പോൾ തന്നെ അവർ അവിടെ നിന്ന് സന്ദേശങ്ങൾ തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഉദ്യമത്തിൽ നിന്നും പിന്മാറാം, സമയമുണ്ട്. നിങ്ങൾക്ക് തന്നെ ഈ കുഞ്ഞിനെ നോക്കാനായിട്ട് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മാറാൻ സമ്മതമാണോ എന്നൊക്കെ ചോദിക്കും. അതിനുശേഷം അവർ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞ് വളരെ സുരക്ഷിതമായിരിക്കും, തീർച്ചയായിട്ടും നിങ്ങൾ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ധൈര്യമായി ആ തൊട്ടിലിൽ കുഞ്ഞിനെ കിടത്താം എന്നുള്ള സന്ദേശങ്ങൾ തരും. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് ആ ഒരു അമ്മ കുഞ്ഞിനെ അവിടെ തൊട്ടിലിൽ കിടത്താനായിട്ട് ചെന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ആ അമ്മയെ നമ്മൾ മാക്സിമം അമ്മയോട് പറയുകയാണ് നിങ്ങളുടെ കുഞ്ഞ് സുരക്ഷിതമായിരിക്കും, ഇവിടെ ധൈര്യമായി കിടത്തിക്കോളൂ എന്ന് പറഞ്ഞ് സന്ദേശങ്ങൾ തരും. അത് കഴിഞ്ഞ് കുഞ്ഞിനെ കിടത്തുമ്പോൾ തന്നെ അലാറം അടിക്കും, ഉദ്യോഗസ്ഥർക്ക് ഇൻഫർമേഷൻ കിട്ടും. അങ്ങനെ അമ്മ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ തന്നെ വാതിലുകൾ തനിയെ അടയും. അപ്പോൾ തന്നെ ആ കുഞ്ഞിനെ ഓക്കെ ആക്കി കഴിഞ്ഞു. അപ്പോൾ മുതൽ തന്നെ ആ വാതിൽ സെൻസർ ചെയ്ത് തനിയെ ഓട്ടോമാറ്റിക് സെൻസർ വഴി തനിയെ അടയുന്നത് മുതൽ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കി കഴിഞ്ഞു. അങ്ങനെ അമ്മ പുറത്തേക്ക് പോകുന്നു. ആരും കണ്ടിട്ടില്ല. ആരാണ് കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കിയെന്നുള്ളത് ആരും കണ്ടിട്ടില്ല. അത് ക്യാമറ കുഞ്ഞിനെ മാത്രം ഉദ്യോഗസ്ഥർ കാണും. അതിനുള്ളിൽ കുഞ്ഞിനെ കിടത്തുമ്പോൾ മുതൽ തന്നെ ഒരു അലാം സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവഴി അവർക്ക് ഇൻഫർമേഷൻ കിട്ടുകയും കുഞ്ഞിൻ്റെ ചിത്രവും അതിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും. കളക്ടർക്കുൾപ്പെടെ സന്ദേശങ്ങൾ പോവും. കിടത്തിയതാരാണെന്ന് അറിയുകയില്ല. അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ അമ്മത്തൊട്ടിലിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരമ്മയ്ക്കും കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാൻ പാടില്ല. കാരണം 1000 അമ്മമാർ ആ കുഞ്ഞിനെ വരവേൽക്കാനായി കാത്തിരിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.